ഇവിടെ കേരള യൂണിവേഴ്സിറ്റിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന ഒരു ഡോക്ടർ വിജയലക്ഷ്മി എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവർക്ക് ഉണ്ടായിട്ടുള്ളൊരു ദുരനുഭവം വിവരിച്ചിട്ടുള്ളത് ഇന്നത്തെ രാജ്യസഭ MP ആയ ഒരു വ്യക്തി ആ സ്ത്രീയെ സെപ്റ്റിപ്പിൻ കൊണ്ട് കുത്തുകയും അങ്ങേയറ്റം 3 മണിക്കൂർ ഒരു സ്ത്രീയെ സ്ത്രീ വിമോചനത്തിനും സ്ത്രീ സംരക്ഷണത്തിനും വേണ്ടി 50 കോടി ചിലവാക്കി വനിതാ മതിൽ കെട്ടിയ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു പാർട്ടിയുടെ യുവജന സംഘടനയുടെ നേതാവ് ഒരിക്കൽ ചെയ്തിട്ടുള്ള സംഭവമാണ്. 3 മണിക്കൂർ വെള്ളം കുടിക്കാനോ 3 മണിക്കൂർ എഴുന്നേൽക്കാനോ സമ്മതിക്കാതെ ഇവർ ആവശ്യപ്പെടുന്ന ഒരു അതെ, തീർച്ചയായിട്ടും എനിക്കറിയാം. ഞാൻ ഇന്നത് യൂട്യൂബിൽ എടുത്ത് നോക്കി, കാരണം അവരുടെ പേര് എനിക്ക് ഓർമ്മ വന്നില്ല. അപ്പോൾ അത് താങ്കൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അവരെടുത്ത് പറയുന്ന സംഗതികൾ കേട്ടാൽ ഈ A റഹീം മുതൽ ഈ ശരത് ലാലിൻ്റെയും കൃപേഷിൻ്റെയും തല പാതി വെട്ടിയെടുത്തവരും 51 വെട്ടിയിട്ട് ഈ ചന്ദ്രശേഖരൻ എന്ന് പറയുന്നവരെ കൊന്നവരും ഒക്കെ എന്തിനേറെ നരബലി നടത്തി മനുഷ്യമാംസം ഭക്ഷിച്ച ഭഗത് സിംഗ് എന്ന് പറയുന്ന വ്യക്തിയും DYFIക്കാരനാണെന്ന് പറയുമ്പോൾ ഈ പാർട്ടിയിലേക്ക് ഈ ക്രൂരന്മാരുടെ ചേക്കേറൽ എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് എന്തുകൊണ്ടാണ് ഈ പാർട്ടി നേതൃത്വം അല്ലെങ്കിൽ ഈ കാരണഭൂതരായവരൊന്നും ചിന്തിക്കാത്തതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അത് ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചില്ലേ? എല്ലാ ക്രൂരന്മാരും ഇന്ന് പാർട്ടി പ്രവർത്തകരാണ്. ഞാൻ എൻ്റെ ഒരു അറിവിൽപ്പെട്ടൊരു സംഗതി പറയുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം അനിൽ നമ്പ്യാരുമായിട്ടുള്ള ചർച്ച കഴിഞ്ഞിട്ട് എനിക്ക് വന്നിട്ടുള്ളൊരു മെസ്സേജാണ്, എടാ ഹരിദാസ, നീ ഇരുന്നിട്ട് പ്രസംഗിച്ചത് കൊണ്ടൊന്നും ഇതിൽ നിന്നൊന്നും ഞങ്ങൾ മാറാൻ പോകുന്നില്ല. അമ്പലങ്ങളിൽ റാഗിങ് നടത്താൻ പറ്റില്ല, കോളേജുകളിലെ റാഗിങ് നടത്താൻ പറ്റുള്ളൂ. എന്തോ ഒരു കാഴ്ചപ്പാടാണെന്ന് ആലോചിച്ച് നോക്കൂ. അമ്പലങ്ങളെന്നല്ല, ക്ഷേത്രങ്ങളിൽ റാഗിങ് നടത്താൻ പറ്റുമോ? ഞങ്ങൾ ഇതൊക്കെ തുടരും. നീ നിൻ്റെ വായയിലെ വെള്ളം വറ്റിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ നീയ എന്നുള്ള പ്രയോഗമൊക്കെ 2 കുട്ടികളുടെ ഒരു അച്ഛനാണ് ഞാൻ, 63 വയസ്സുണ്ട്, ഇങ്ങനെയൊക്കെ വിളിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ 2 കുട്ടികളെ ഉണ്ടാക്കാനുള്ള അവയവം നിനക്കുണ്ടോടോ എന്നാണ് അടുത്ത ചോദ്യം വന്നത്. അതോടുകൂടി ഞാൻ ആ വ്യക്തിയെ ഞാൻ ബ്ലോക്ക് ചെയ്തു. അത് വേറെ സംഗതി. അപ്പം ഇവരുടെ സംസ്കാരം എവിടേക്ക് ചെന്ന് എത്തി നിൽക്കുന്നു എന്നുള്ളത് 10 പേരെ അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ ചർച്ചയിൽ പറയുന്നത്. അപ്പം ഇത്തരം ഒരു ചർച്ചകളിൽ സംസാരിക്കുന്നവരാണ് ഇവർക്ക് കണ്ണിലെ കരട്. ഈ പാർട്ടിക്ക് പേരുദോഷം ഉണ്ടാക്കുന്ന ഇത്തരക്കാരെ പരമാവധി സംരക്ഷിച്ച് നിർത്താനാണ് ഇവർ ശ്രമിക്കുന്നത്. ആ ഹോസ്റ്റലിൽ ഉണ്ടായിട്ടുള്ള വിവരങ്ങളെ കുറിച്ചിട്ട് ഇന്ന് നിങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ചിട്ട് ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളൊരു കൊടും ക്രൂരതയ്ക്കിരയായ ഒരു വ്യക്തിയെ അങ്ങേയറ്റം നമ്മൾ പറയില്ലേ പീഡിപ്പിച്ച് കൊന്നതാണെന്നുള്ള കാര്യത്തിൽ എന്താ സംശയമുള്ളത്? അനിൽ നമ്പ്യാർ ഇതിൻ്റെ ഇൻട്രോയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണ് വെച്ച് കഴിഞ്ഞാൽ, നാളെ ഇതിൻ്റെ കുറ്റപത്രം വരാൻ പോകുന്നത്. ആ കുറ്റപത്രത്തിൽ ഇവിടെ ഒരു മനഃശാസ്ത്രജ്ഞനുണ്ട്. ഞാൻ പറയുന്നു, അദ്ദേഹം അതിനെ ഒന്നും കൂടി വിശകലനം ചെയ്യണം. ആ കുറ്റപത്രത്തിൽ ഒരു വരി ഉണ്ടായിരിക്കാം, പഠനത്തിൻ്റെ ഭാരിച്ച ചുമതലകളിലുള്ള മാനസിക സംഘർഷം കൂടി ഈ പാവപ്പെട്ട സിദ്ധാർത്ഥൻ ഉണ്ടായിരുന്നു എന്ന് അതിൽ എഴുതി വയ്ക്കപ്പെട്ടിട്ടില്ലെങ്കിൽ എന്നെ തീർച്ചയായിട്ടും ആ ഒരു വരി അതിലുണ്ടായിരിക്കും. ആ മാനസിക സംഘർഷം ഈ തൂങ്ങി മരണത്തിന് കാരണമാണെന്ന് ഇവിടുത്തെ വിവരം കെട്ട പോലീസുകാർ എഴുതി വെച്ചിട്ടില്ലെങ്കിൽ അതിലൊരു അത്ഭുതവുമില്ല. പിന്നെ നമ്മൾ വളരെ മനോഹരമായിട്ട് ഇവിടെ അമൃതം ഗമയ പറഞ്ഞിട്ടുള്ളൊരു സിനിമ വന്നിട്ടുണ്ടായിരുന്നു 1980-81 കാലഘട്ടത്തിലെ ഒരു ക്രൂരമായ ഒരു റാഗിങ്ങിനിരയായ ഒരു സംഭവത്തെ തുടർന്നാണ് MT ആ കഥകൾ എഴുതിയിട്ട് നമുക്ക് ബോധവൽക്കരണം നൽകിയിട്ടത്. പക്ഷേ ഈ MT അടക്കമുള്ള സാംസ്കാരിക നായ, എനിക്ക് ശരിക്കും പറയേണ്ടതിൽ MTയുടെ പേര് പറഞ്ഞതുകൊണ്ട് ഞാനത് പറയുന്നില്ല, നായകന്മാരൊക്കെ ഈ സംഭവം കഴിഞ്ഞിട്ട് എൻ്റെ അനിൽ നമ്പ്യാർ ദിവസം ഇത്രയായിട്ടും വാ തുറന്നിട്ടില്ല എന്ന് പറയുമ്പോൾ, ഈ വയനാട്ടിലെ കാട്ടിൽ നിന്ന് ഇറങ്ങി ഒരാളെ 1-2 പേരെ ചവിട്ടിക്കൊന്ന ആ വന്യമൃഗാക്രമണത്തിൽ മരിച്ചവരോട് കാണിക്കുന്ന സിമ്പതി പോലും 150ഓളം വരുന്ന മനുഷ്യമൃഗങ്ങൾ ഒരു പാവപ്പെട്ട ഒരു യുവാവിനെ തല്ലിക്കൊന്ന് ഒരു കെട്ടിത്തൂക്കിയിട്ടുള്ള ഒരു അവസ്ഥയിൽ ഇവിടുത്തെ എല്ലാ സാംസ്കാരിക നായകന്മാരും ഇവിടുത്തെ 21 മന്ത്രിമാരും നിസ്സംഗത പാലിക്കുമ്പോൾ, ഈ ആന ചവിട്ടിക്കൊന്നതിൻ്റെ പേരിൽ ഇവിടുത്തെ മന്ത്രിമാരൊക്കെ വയനാട്ടിലേക്ക് വരാനും വന്നോ? ആരാ ഇവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ പോകുന്നത്? വന്നോ എന്നറിയില്ല. ഞാൻ നാളെ വയനാട്ടിലേക്ക് വരും, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എന്തിനാ വയനാട്ടിലേക്ക് പോകുന്നത് എന്നുള്ള വർത്തമാനമൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. ഈ സംഭവത്തിൽ ഇവിടുത്തെ എത്ര മന്ത്രിമാർ ഈ പാവപ്പെട്ട ആ കുട്ടിയുടെ വീടുകളൊന്നും സന്ദർശിച്ചിട്ടുണ്ട്? അപ്പോൾ എങ്ങനെയാണ് മനുഷ്യർക്ക് ഇത്രത്തോളം ക്രൂരന്മാരാവാൻ സാധിക്കുക എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇവർക്കൊക്കെ മക്കളുണ്ട്, ഇവരുടെ മക്കളൊക്കെ ഉന്നതരായിട്ട് വിദേശത്ത് പഠിക്കുകയാണ്. അപ്പോൾ അവരൊക്കെ സംരക്ഷിത മേഖലയിൽ സുഖലോലുപരായി ഇരിക്കുന്നിടത്തോളം കാലം ഇത്തരം പ്രശ്നങ്ങളൊന്നും ഞങ്ങൾക്ക് വരുന്നില്ല. ഇന്ന് കൊയിലാണ്ടിയിൽ റിപ്പോർട്ട് ചെയ്ത കാര്യം കൂടി വായിക്കണം. ആ പാവപ്പെട്ട കുട്ടി ആസ്പത്രിയിൽ കിടന്നിട്ട് നിങ്ങളുടെ ചാനലിന് മുമ്പിൽ എന്താ പറഞ്ഞാൽ, ഞാനും SFIക്കാരനാണ്, പക്ഷെ എൻ്റെ കോളേജിൽ SFIക്കാരുടെ രീതിയെക്കുറിച്ച് എനിക്ക് മനസ്സിലാകുന്നില്ല.
അനിൽ നമ്പ്യാർക്ക് ആ വീഡിയോ കിട്ടിയോ എന്ന് എനിക്കറിയില്ല. എൻ്റെ വാട്സപ്പിലുണ്ട്. 3 വർഷം മുമ്പ് ഈ കോളേജിലെ ഇപ്പം ഈ പാവപ്പെട്ട സിദ്ധാർത്ഥൻ മരിച്ച ആ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ നിന്നും കുറച്ച് കുട്ടികൾ ഓടിപ്പോയിക്കൊണ്ട് പറയുന്ന ഒരു സംഭവമുണ്ട്. ഞങ്ങളൊക്കെ SFIക്കാരാണ്, പക്ഷെ ഇവിടുത്തെ SFIക്കാരോട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല, അവർ മൃഗങ്ങളാണ്, അവർ ഞങ്ങളിവിടെ പഠിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ കുട്ടികളുടെ വാക്കുകൾ അന്ന് ഈ ഡീനും അതുമാതിരി തന്നെ ഈ വൈസ് ചാൻസലറും ഈ അധ്യാപകരും കേട്ടിരുന്നുവെങ്കിൽ ഈ സിദ്ധാർത്ഥന് ഈ ഗതി വരുമായിരുന്നോ?